സ്നേഹത്തോടും നന്ദിയോടും കൂടിയുള്ള ദാനം നമുക്കും നമ്മുടെ കുടുംബത്തിനും വീട്ടുകാർക്കുമൊക്കെ സമൃദ്ധി പല മടങ്ങായി അത് തിരിച്ചു വരുന്നത് കാണാം. അതായത് ദാനം ചെയ്യുമ്പോൾ കുറേ ദോഷങ്ങൾ നമുക്ക് ഒഴിവായി പോകും. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കർമ്മഫലങ്ങളൊക്കെ ഒഴിവായി പോകും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് ധാരാളം വഴികൾ തെളിയുന്നു. സമ്പത്തുണ്ടാകുന്നതിനും വീട്ടിൽ സമാധാനമുണ്ടാകുന്നതും പുരോഗതി ഉണ്ടാകുന്നതിനൊക്കെ സഹായിക്കുന്നു. അപ്പോൾ സ്നേഹത്തോടും നന്ദിയോടും കൂടിയുള്ള ദാനം നമ്മെ കൂടുതൽ അഭിവൃദ്ധിയിലേക്കും നമ്മെ കൂടുതൽ സന്തോഷത്തിലേക്കും നല്ലൊരു ജീവിതത്തിനും കുടുംബത്തിലുള്ളവർക്ക് പോലും അതിൻ്റെ ഗുണം ലഭിക്കുന്നു. നമ്മൾ ധാരാളമായിട്ട് വിതയ്ക്കുന്നുവെങ്കിൽ നമുക്ക് ധാരാളമായി കൊയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് നമുക്കറിയാം അല്ലേ? 100 പറ വിതച്ചാൽ അത് എത്ര പറയായിട്ട് വരിക എന്ന് നമുക്കറിയാം. എത്ര കൂടുതൽ വിതയ്ക്കും തോറും അത്രയധികം ധാന്യങ്ങൾ അല്ലെങ്കിൽ അത്രയധികം പഴങ്ങൾ നമുക്ക് ലഭ്യമാകുന്നു. പല 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 മടങ്ങായി നമുക്കത് വന്നു ചേരുന്നത് കാണാം. നമ്മൾ മേന്മയിലേക്ക് സമ്പന്നതയിലേക്ക് എത്തും. നാം എത്രമാത്രം വിതയ്ക്കുന്നത് എന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഡെവലപ്മെൻറ്റ്. അതുപോലെ ദാനം നമ്മൾ ചിലവായിട്ട് കാണരുത്. ദാനം ചിലവായിട്ട് ചിന്തിക്കരുത്. അത് ഒരു കർമ്മ നിക്ഷേപമാണെന്ന് തിരിച്ചറിയണം. അതൊരു കർമ്മ നിക്ഷേപമാണെന്ന് നാം തിരിച്ചറിയണം. കർമ്മ നിക്ഷേപമായിട്ട് വേണം നാം തിരിച്ചറിയേണ്ടത്. നന്ദിയോടെ ദാനം ചെയ്യുക. അത് നിങ്ങളുടെ ആത്മീയ ബോധം, ആത്മീയമായ വളർച്ചയ്ക്ക് അത് സഹായിക്കുന്നു. ആത്മീയമായ തത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നു. കർമ്മദോഷങ്ങൾ ഒഴിവാക്കി തരുന്നു. ദാനം നമ്മെ നന്ദിയോടെ സ്നേഹത്തോടു കൂടി നാം ദാനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമൃദ്ധി ഉണ്ടാകുന്നത് പോലെ തന്നെ നമ്മുടെ കർമ്മദോഷങ്ങളെ ഒഴിവാക്കുന്നത് പോലെ തന്നെ നമുക്ക് നല്ലൊരു ആത്മീയ ബന്ധത്തിൽ ഈശ്വരീയതയിലേക്ക് കൂടുതൽ പ്രവേശിക്കാനും നമുക്ക് ജീവിതത്തിൽ തടസ്സങ്ങളും ദോഷങ്ങളും ഇല്ലാതിരിക്കാൻ അത് കാരണമാകുന്നു. ആത്മീയ ബന്ധം ധാരാളം ലഭ്യമാകുന്നതാണ് ദാനത്തിലൂടെ. കർമ്മദോഷങ്ങൾ തീരുന്നതിലും അത് സഹായിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ദാനം സ്നേഹകാരുണ്യത്തിൻ്റെ പ്രതിപ്രവർത്തനമല്ല. സ്നേഹം കാരുണ്യത്തിൻ്റെ പ്രവൃത്തി മാത്രമല്ല, അത് ജീവിതത്തെ ബുദ്ധിപൂർവം നയിക്കുന്നത് കൂടിയാണ്. നാം ദാനം ചെയ്യുന്നത് സ്നേഹകാരുണ്യം കൊണ്ട്, അത് നമ്മുടെ കാരുണ്യം മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബുദ്ധിപൂർവം നാം കൊണ്ടുപോകാമെന്നുള്ള തെളിവാണ്. അതിൻ്റെ ശാസ്ത്രം, അതിൻ്റെ പിന്നിലെ സയൻസ് നാം കൊടുക്കും തോറും ഏറിടുമെന്നുള്ളത് തന്നെയാണ്. അത് ഹു ഈസ് ഡിസർവ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. കൊടുക്കും തോറും ഏറിടും, പക്ഷേ ഹു ഈസ് ഡിസർവ് അത് അറിഞ്ഞ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ദാനം നിങ്ങളുടെ കർമ്മദോഷങ്ങളെ തീർക്കും. അതുപോലെ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാക്കും. നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ജീവിതത്തിലുണ്ടാവും. രോഗങ്ങൾ ഒഴിവാക്കപ്പെടും. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാവിയെ, വീടിനെ, ബന്ധുജനങ്ങളെ ഒക്കെ വളരെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ദാനത്തിൽ വളരെ പ്രധാനമുണ്ടെന്ന് മനസ്സിലാക്കണം. അതിനൊരു ആചാരമുണ്ടെന്നും അത് പണ്ടത്തെ ആചാര്യന്മാർ അതിനൊക്കെ വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും നാം അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലും അതൊക്കെ ഉപയോഗിച്ച് അതിനെ ശാസ്ത്രീയമായ രീതിയിൽ അത് ദാനം ചെയ്യാനായിട്ട് തീരുമാനിക്കണം. ദാനം ചെയ്യുന്നത് ഒരുമിച്ച് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് എപ്പോഴെങ്കിലും എന്തെങ്കിലും കൊണ്ട് ദാനം ചെയ്യുക എന്നുള്ളതല്ല. കൊടുക്കുന്ന ദാനം അത് നാം കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള അവർക്ക് കൃത്യമായി അത് കൃത്യം സമയങ്ങളിൽ എത്താനായിട്ട്, അതായത് വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് നാം സഹായിക്കുകയാണ്. കുറേ പൈസ കൊണ്ട് ഒരുമിച്ച് കൊടുക്കുമ്പോൾ അതിനൊരു സയൻറ്റിഫിക് ബൗൺസ് ബാക്കിംഗ് ഉണ്ടാവും.
അത് വേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു ചെറിയ പണം മാസം കൃത്യം 1-ാം തീയതി അല്ലെങ്കിൽ 10-ാം തീയതി അത് കിട്ടുന്നു എന്നറിയുമ്പോൾ അതിനനുസരിച്ച് അവരുടെ ജീവിതത്തിൽ അവരുടെ വീട്ടിലേക്ക് വാങ്ങേണ്ട അല്ലെങ്കിൽ അവർക്ക് മരുന്ന് വാങ്ങേണ്ട പണം അത് ഇന്ന ദിവസം കൃത്യം കിട്ടുമെന്ന് അറിയുമ്പോഴുണ്ടാകുന്ന അവരുടെ ആനന്ദം, അവരുടെ ചിന്ത, അത് നമ്മുടെ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നു. അപ്പോൾ ഇതിനൊരു ചിട്ടയായ സമ്പ്രദായത്തിൽ കൂടെ വേണം നാം ദാനം കൊടുക്കേണ്ടത്. എല്ലാവർക്കും നന്ദി. എന്നെ ശ്രവിച്ചതിന്. ഞാനിവിടെ സംസാരിച്ചതൊക്കെ എൻ്റെ മാസ്റ്റർ മഹാത്മാ ചുവാക്കോക്സിയുടെ വാക്കുകളിൽ കൂടെയാണ് ഞാൻ സംസാരിച്ചത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങളോടും സ്നേഹത്തോടു കൂടിയുള്ള നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് പോകാം. നമസ്തേ. താങ്ക് യു.